ഹായ് ഗൈസ്, എല്ലാവർക്കും വണക്കം. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. അതായത് ഒരു ടോളാണ്, ടോൾ പിരിവ്. അതായത് പാലിയേക്കര ടോൾ ഉണ്ടല്ലോ, അത് ഒരുപാട് വിഷയത്തിൽ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോ ചെയ്തതുകൊണ്ട് തോന്നുന്നു. അപ്പോൾ അവിടെ എന്താണ് ഇത്ര കാലമായി അവിടെ പിരിവ് തുടങ്ങിയിട്ട്? ഇപ്പോഴും അതിൻ്റെ ലാഭം എന്താ, അതിൻ്റെ നഷ്ടം ഇതുവരെ നികത്താൻ കഴിഞ്ഞിട്ടില്ലേ? എത്ര കാലമായി ആ ട്രോള് തുടങ്ങിയിട്ടറിയോ? ഒരുപാട് കാലമായി. എന്താ പറയുക, ഞാനത് കാണാൻ തുടങ്ങി എത്രയോ വർഷങ്ങളായി. ഇപ്പോഴും ആ ട്രോള് ഉണ്ടല്ലോ, എന്ത് കഷ്ടമാണ് അറിയാം. അങ്ങോട്ട് എത്തുമ്പോഴാണ് വണ്ടി ഒരുപാട് ബ്ലോക്ക്. അപ്പോൾ ഇതാണ് ട്രോള് കടത്തി വിടണം, പൈസ കൊടുക്കണം. ഇത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് പ്രൈവറ്റ് ആണെങ്കിലും സർക്കാരാണെങ്കിലും ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ അതിൻ്റെ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ, അതിൻ്റെ മുടക്ക് മുതൽ കിട്ടിക്കഴിഞ്ഞാൽ നിർത്തണം. വീണ്ടും വീണ്ടും ജനങ്ങളെ പിഴിയരുത്. അല്ലെങ്കിൽ റോഡ് ടാക്സ് മറ്റേത് ആദ്യം ഇത് മറിച്ചതൊക്കെ പറഞ്ഞ് ഒരുപാട് പിഴിയുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഈ ടോള് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, പക്ഷേ അത് എന്താ പറയുക, അതിൻ്റെ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ, മുതൽ മുടക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പരിപാടി പിന്നെ നിർത്തുക. അതല്ല നല്ലത്. നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു. ഞാൻ ഒരു നൈറ്റിൽ എറണാകുളത്ത് വരുമ്പം KSRTC ബസ് ഇരുന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഒന്ന് കണ്ടു നോക്ക്, എത്ര പോലെ വണ്ടിയാണ്. ഞാൻ വരുന്നതിന് മുന്നേ ഒരുപാട് വണ്ടി ഉണ്ട്, അതിനെ കയറി വിടുകയാണ്. ഒരുപാട് വണ്ടിയുണ്ട്. അങ്ങനെ ഒരു ദിവസം എത്ര വണ്ടി പോകുമ്പോൾ എത്ര പിരിവാണ് അവിടെ വന്ന് ചേരുന്നത്. ഒരുപാട് പിരിവ് വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അത് ആരാണെങ്കിലും, സർക്കാരാണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും എന്താണെങ്കിലും അത് നിർത്തല്ലേ ഒരു നല്ലത്. കാരണം എത്ര കാലമായി ഈ ടോള് വാങ്ങാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ലാഭം കിട്ടിയാലോ അല്ലെങ്കിൽ അതിൻ്റെ മുതൽ മുടക്ക് കിട്ടിയാലോ ഒന്നും ഇപ്പോഴെങ്കിലും നിർത്താൻ നോക്കൂ. ഒരുപാട് കാലമായി ഇത് ജനങ്ങളിത് വാങ്ങാൻ തുടങ്ങി. അല്ലെങ്കിലേ ജനങ്ങൾ ഓരോ ദുരിതത്തിൽ കിടന്ന് ഇഴഞ്ഞുകൊണ്ടിരിക്കണം. അതിൻ്റെ മേലെ ഈ ഒരു പിരിവും കൂടെ വരുമ്പോഴേ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടല്ല. ചില ആളുകൾ പല ടൈറ്റിലും പല ഇതിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ ഇവിടെ ഒരു പിരിവ് വരാം. ചിലപ്പോൾ അവൻ്റെ കൈ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എവിടുന്നെങ്കിലും ഇല്ലയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിശ്വസിക്കില്ല. അപ്പോൾ പലതും കാണിച്ച് പ്രൂഫ് കാണിക്കുക, പലതും ഒക്കെ ചെക്കപ്പ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് നിർത്താൻ നോക്കും. ഇനിയും ജനങ്ങൾ ഇങ്ങനെ പിഴിയല്ലേ, ടോളായിട്ടും മറ്റേ പല രൂപത്തിലത് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ സംഭവം നിർത്താൻ നോക്കും. ഇത് ജനങ്ങളിൽ ഇടയിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു വ്യക്തിയുടെ ഒരു അഭ്യർത്ഥനയാണ്. അപ്പോൾ ഇത് ജനങ്ങളിൽ ഒരാളായിട്ട് ഞാൻ അഭ്യർത്ഥിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സഹകരിക്കണം. ആരാണെങ്കിലും, സർക്കാരാണെങ്കിലും പ്രൈവറ്റാണ്, ആരാണെങ്കിലും ഒന്ന് സഹകരിച്ച് നിർത്താൻ വേണ്ടിയുള്ള എന്തെങ്കിലും നോക്കാം. നിങ്ങൾക്ക് അത് നിർത്താൻ വേണ്ടിയുള്ള എന്തെങ്കിലും സംഭവം ചെയ്യും. ജനങ്ങൾ ഇനിയും ചെയ്തു. ഒരുപാട് കാലം അത് കാണാൻ പറ്റും. ഇനി അത് ചെയ്തു. എൻ്റെ ഒരു റിക്വസ്റ്റ്, ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങളൊരു അഭ്യർത്ഥനയാണ്. ജനങ്ങളൊരു എന്താ പറയുക, ജനങ്ങളൊരു അപേക്ഷയായിട്ട് സ്വീകരിക്കണം. ഇതാണ് വീട് കണ്ടില്ലപ്പോൾ, ഇതാണ് എന്നും ഉള്ളൊരവസ്ഥ. നൈറ്റിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഡെയിലി എത്ര പോലെ ഉണ്ടായിരിക്കും? നൈറ്റിൽ പൊതുവെ വാഹനം കുറവായിരിക്കും. അപ്പോൾ എത്ര വാഹനങ്ങളുണ്ടായിരിക്കും? തിങ്ങിന്നറിയില്ലേ? അപ്പോൾ നിങ്ങളൊന്ന് അഭിപ്രായം പറ, എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ.